ഇന്നൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത്. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ. ഇത് നല്ല കറുത്ത കളറിൽ. ഇത് ഒരു സാധനം മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഒരു സാധനം മാത്രം. ഇതിനകത്ത് നമ്മുടെ ചായവെള്ളം ചേർത്ത് കലക്കി വെച്ചിരുന്നതാണ്. ഇത് മാത്രം തേച്ച് ഞാൻ തലമുടിയിൽ പെട്ടെന്നൊന്ന് ഡൈ ചെയ്യാൻ വേണ്ടി അത് കാണിക്കാനായിട്ട് പാടെ. ഈ വീഡിയോ വെച്ചിട്ട് തലയിൽ തേക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പെട്ടെന്ന് തേക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് ഒരു കൂട്ടം സാധനം മാത്രം ഇട്ട് ചായപ്പൊടി ഇട്ട് കലക്കി വെച്ചതാണ്. എനിക്ക് നല്ല കറുപ്പില്ലേ. നമ്മുടെ ഇൻഡിഗോ പൗഡറും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതായത് നീലയമരിപ്പൊടിയും കൊണ്ട് വേറെ ഒരു കൂട്ടും ചേർക്കാണ്ട് ഉണ്ടാക്കിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്നൊക്കെ നല്ല കറുപ്പല്ലേ. ഇത് ക്യാമറയുടെ ഒന്നും അല്ല കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, പിള്ളേർ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി മുടി കറുപ്പിക്കാൻ ആവശ്യമായിട്ട് ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. വെള്ളം ഉണ്ടാക്കി തിളപ്പിച്ച് കൂർക്കി അങ്ങനെയൊന്നും എടുക്കണ്ട. ചായ വെള്ളം ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് നേരം തിളച്ചാൽ മതി, അതിൻ്റെ സത്ത് മുഴുവനും ഇറങ്ങി വന്നോളൂ. ആദ്യം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ്. അതിലേക്ക് ഈ സ്പൂണ്, ചെറിയ സ്പൂണാണ്, സ്പൂണിന് 3 സ്പൂൺ. നമ്മുടെ ചെറിയ സ്പൂണാണ്, വലിയ സ്പൂണാണെന്ന് കുഴപ്പമില്ല. വലിയ സ്പൂണാണെങ്കിൽ 1.5 സ്പൂൺ ഇട്ടാൽ മതി. വെള്ളം തിളക്കട്ടെ. നല്ലപോലെ തിളക്കണമെന്നേ ഉള്ളൂ. കുറുകിയൊന്നും പറഞ്ഞാൽ നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ കളറ് മുഴുവൻ ഇളകും. ചായപ്പൊടിയും ചായവെള്ളം എന്ന് പറയുന്നത് മുടിക്ക് ഏറ്റവും മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു സാധനമാണ്. മുടി നല്ലപോലെ തഴച്ച് വളരും. വേറെ ഒരു സാധനം ഇല്ലെങ്കിലും ചായവെള്ളം മാത്രം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചായവെള്ളം വെച്ച് വന്നാൽ അതും കൊണ്ട് തല കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കറുപ്പിക്കാനല്ല, അല്ലാതെ ചുമ്മാ കഴുകാനും കുളിക്കുമ്പോൾ ചായവെള്ളം കുറച്ച് ഇരിപ്പുണ്ടെങ്കിൽ അത് കുളിക്കണതിന് മുമ്പ് തലയിൽ വെച്ച് കഴുകിയിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ല പോലെ മാറും. ഞാനങ്ങനെ തിളപ്പിക്കണതിൻ്റെ മുച്ചൊക്കെ തല കഴുകണം. മുടി കൊഴിച്ചിൽ നല്ലപോലെ മാറും. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ ശകലം മുഴുവൻ ചൂടാറണ്ട, ഒരു കുറച്ചൊന്ന് ചൂടാറണം. ഇല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴത്തേന് പാത്രത്തിന് കേട് വരാതിരിക്കാനാണ് ചൂടാറുന്നത്. ചെറിയ ചൂടുള്ളതാണ് നല്ലത് കേട്ടോ. നമുക്ക് ഒരു സാധനം മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ തലമുടി കറുപ്പിക്കാനായിട്ട് ഞാൻ ഇന്ന് എൻ്റെ തല തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക. തീ കടത്തി വെച്ചിട്ട് ശകലം ഒന്ന് ചൂടാട്ടെ കേട്ടോ. ചായ ചൂടാറുമ്പോഴത്തേന് നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് നീലയമരിപ്പൊടി. എൻ്റെ മുടിയിൽ 2 സൈഡ് മാത്രമാണ് വെളുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കല കേട്ടോ, ഒരു നുള്ളി ചേർത്താൽ മതി. അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നീലയമരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിഗോയുടെ കളറിൽ, ഇൻഡിഗോ എന്ന് പറയും, നീല കളർ, ആ കളറാണ് ഇതിന് നീലയമരി എന്നുള്ള പേര് വരാനുള്ള കാരണം. ഇത് ജീൻസിനൊക്കെ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നീലയമരി എന്നാണ് പറഞ്ഞത്. ഞാൻ വായിച്ചതാണ് നീലയമരി. മുടിക്കൊക്കെ ഉണ്ടല്ലോ, മുടി നീലഫ്രങ്ങാതി എന്ന് പറഞ്ഞ എണ്ണ കാച്ചണം. നീലയമരിയുടെ ഇലയൊക്കെ ഇട്ടിട്ടാണ് അതിങ്ങനെ പൊടിച്ചെടുക്കുമല്ല, നീലയമരിയുടെ ഇല ഇട്ടാൽ മതി. നിങ്ങൾ നീലയമരി കണ്ടിട്ടില്ലെങ്കിൽ വഴിയേരിക്കടെ പാറ പോലെയുള്ള സ്ഥലമില്ലേ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടായി നിൽക്കണേ കണ്ടിട്ടുണ്ട്. അതിനൊരു ലൈറ്റ് നീല കളറാണ്, ലൈറ്റ് നീല കളർ. അടിയിലെ മുകളിൽ ഇങ്ങനെ പയ്യൊരു നീല കളർ വരും. അതിന് ചെറിയൊരു കുഞ്ഞു പയർ പോലെ ഉണ്ടാക്കി കിടക്കും. ഈ കോഴിപ്പയറില്ലേ, അതിൻ്റെയൊക്കെ ഒരു പകുതി നീളത്തിൽ ഇങ്ങനെ കൊല പോലെ നീലയമരിയുടെ കുരു ഉണ്ടാക്കി കിടക്കണം. അതെവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആ കുരു പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ പാകിയാൽ മതി. ഞാനിപ്പോൾ സാധനം എങ്ങും കാണാറില്ല കേട്ടോ. ഒത്തിരി നാളെ പണ്ടൊക്കെ കണ്ടിരുന്നു, ഇപ്പോൾ എങ്ങും കണ്ടിട്ടില്ല. ഇന്നാളൊരു ദിവസം ഇതെവിടെ
ഒരു സ്ഥലത്ത് ഇപ്പോൾ കണ്ടു. ഞാൻ തിരിച്ച് വരുമ്പോൾ പറിക്കണം എന്ന് ഓർത്ത് മറന്നുപോയി. ഇനി പോവുകയാണെങ്കിൽ പറിക്കാമെന്ന് ഓർത്ത് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കുരു കൊണ്ടൊന്ന് പാകി നമ്മൾ മുളപ്പിച്ചാൽ മതി. എന്നിട്ട് ഇല ഉണ്ടാക്കി ഇല ഉണങ്ങി പൊടിച്ചെടുത്താൽ മതി. നല്ല ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചായയുടെ തെളി മാത്രം ഒഴിച്ചാൽ മതിയേ. ചെറിയ ചൂടോടെ ഒഴിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചൂട് വേണ്ട, ചെറിയ ചൂട് മതി എന്ന് പറഞ്ഞാൽ. ചെറിയ ചൂടോടെ ഒഴിക്കുകയാണെങ്കിൽ ആ പൊടിയൊക്കെ വേഗം അങ്ങ് കുതിർന്നോളും. അങ്ങനെ ശരിക്കും വേഗം കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ നീലയമരി എന്ന് പറഞ്ഞിട്ട് മേടിക്കണത് എന്നതാണ്. കളറൊക്കെ ഉണ്ട്, എന്നാലും എല്ലാം ഒരു വിശ്വാസം. ഹെന്ന നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തലേ ദിവസം ഹെന്ന ഇല്ലേ, മൈലാഞ്ചിപ്പൊടിയും ഇങ്ങനെ ചായ വെള്ളത്തിൽ ചേർത്തിട്ട് തലേദിവസം തലമുടിയിൽ തേച്ച് നല്ല ഓറഞ്ച് കളറാക്കി വയ്ക്കുകയാണെങ്കിൽ ഇത് പിറ്റേ ദിവസം തേക്കുമ്പോഴത്തേനും നല്ല കറുപ്പ് കളറാവും. അല്ലാതെ ഇങ്ങനെ തേച്ചാലും നല്ല മുടിക്ക് നല്ല കറുപ്പാവും കേട്ടോ. ഈ ഡൈ എന്നും പറഞ്ഞ് മേടിക്കണതൊക്കെ ചിലപ്പോൾ ഈ ഇൻഡിഗോ പൗഡറിൻ്റെ ആയിരിക്കും. കെമിക്കലില്ലാത്ത ഇൻഡിഗോ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കണില്ല. അത് ചിലപ്പോൾ ഇൻഡിഗോ പൗഡർ ആയിരിക്കും, അതായത് നീലയമരിപ്പൊടി. ഇതിന് നല്ല കളറായില്ലേ, നോക്ക് കേട്ടോ. വെച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഇളക്കിയപ്പോഴത്തേനും നല്ല കളറായി. ഒരു 1/4 മണിക്കൂർ വെച്ചിട്ട് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ടൊരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയണം. നമ്മളൊന്നും വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ നീലയമരിപ്പൊടി മാത്രം. ഇപ്പോൾ എൻ്റെ തലയിൽ വേഗം തേക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തതാണേ. വേറെ ഉണ്ട് പരീക്ഷണങ്ങളൊന്നും നോക്കിയില്ല. എളുപ്പത്തിനുള്ള ഡൈ ആണ് നീലയമരിപ്പൊടി മാത്രം ഇട്ട് കലക്കി തലയിൽ തേക്കുന്നത്. ഇത്ര ലൂസായിട്ട് തേച്ചാൽ നല്ലതാട്ടോ. ഇത്ര ലൂസായിട്ട് തേക്കുമായിരിക്കും എളുപ്പം മുടിയിലേക്ക് അങ്ങ് പിടിച്ചിട്ട്. ഇത് വലിയുമ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് തേക്കണം എന്ന് പറയുമ്പോഴത്തേന് ഇത്ര വെള്ളം കാണില്ല, കുറച്ചും കൂടെ ഒരു ഡ്രൈ ആയിട്ടിരിക്കും. എന്നിട്ട് തേച്ചാലും കുഴപ്പമില്ല. അന്നേരം ബ്രഷും കൊണ്ട് സ്പൂണും കൊണ്ട് തന്നെ തേക്കാം. സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് മുടിയെ തേക്കാം, കൈ കൊണ്ട് വേണമെങ്കിൽ തേക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തേക്കട്ടെ. ഇത് മാത്രം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണ്. മുടി നല്ല പോലെ കറുത്ത് വരും. മുടിക്ക് തലയിൽ ഒട്ടിയിലോട്ട് തേക്കുവാണെങ്കിൽ മുടിക്കും തലയ്ക്കും നല്ലതാണ്. ഈ നീലയമരി എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത് ഈ പൊടിയും കൊണ്ടല്ലേ, പൊടിയിലേൻ്റെ ഇലയും കൊണ്ട്. എണ്ണ കാച്ചണതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് നീലയമരി കൂടുതൽ ചേർക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടാനായിട്ട്. താങ്ക് യു.